നെക്സ്റ്റ് ഈസ് റിലേഷൻ ബിറ്റ്വീൻ അരിത്തമെറ്റിക് മീൻ, ജോമെട്രിക് മീൻ ആൻഡ് ഹാർമോണിക് മീൻ. ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ സ്ഥിരം ചോദിക്കാറുണ്ട്. കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് സ്ഥിരം ചോദിക്കുന്ന ഒരു പാർട്ടാണ് റിലേഷൻ ബിറ്റ്വീൻ അരിത്തമെറ്റിക് മീൻ, ജോമെട്രിക് മീൻ ആൻഡ് ഹാർമോണിക് മീൻ. അതായത് ഒരു സെയിം സീരീസിൻ്റെ അല്ലെങ്കിൽ സെയിം സെറ്റ് ഓഫ് ഒബ്സർവേഷൻ, അതൊരു ഡിസ്ക്രീറ്റ് സീരീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതൊരു കണ്ടിന്യൂസ് സീരീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതൊരു ഇൻഡിവിജ്വൽ സീരീസ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഒരു സെയിം സീരീസിൻ്റെ അരിത്തമെറ്റിക് മീൻ ഐഡന്റിഫൈ ചെയ്യുന്നു. അതുപോലെ അതേ സീരീസിൻ്റെ ജോമെട്രിക് മീൻ ഐഡന്റിഫൈ ചെയ്യുന്നു, അതേ സീരീസിന്റെ ഹാർമോണിക് മീൻ ഐഡന്റിഫൈ ചെയ്യുന്നു അല്ലേ. അപ്പം ഒരേ സീരീസിന്റെ അരിത്തമെറ്റിക് മീനും ജോമെട്രിക് മീനും ഹാർമോണിക് മീനും ഐഡന്റിഫൈ ചെയ്താൽ ഈ മൂന്ന് വാല്യൂസും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. എന്താണ് ആ റിലേഷൻ എന്ന് ചോദിച്ചാൽ റിലേഷൻ ഇതാണ്: അരിത്തമെറ്റിക് മീൻ ഇൻറ്റു ഹാർമോണിക് മീൻ ഈസ് ഈക്വൽ ടു ജോമെട്രിക് മീൻ സ്ക്വയർ. ഓക്കെ, അതായത് സെയിം സീരീസിന്റെ അരിത്തമെറ്റിക് മീനും ജോമെട്രിക് മീനും ഹാർമോണിക് മീനും കണ്ടുപിടിച്ചിട്ട് അരിത്തമെറ്റിക് മീനും ഹാർമോണിക് മീനോട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് ജോമെട്രിക് മീനിന്റെ സ്ക്വയർ ആയിരിക്കും. ജോമെട്രിക് മീനിന്റെ എന്തായിരിക്കും? സ്ക്വയർ ആയിരിക്കും. അപ്പോൾ റിലേഷൻ ബിറ്റ്വീൻ അരിത്തമെറ്റിക് മീൻ, ജോമെട്രിക് മീൻ ആൻഡ് ഹാർമോണിക് മീൻ എന്താണെന്ന് വെച്ചാൽ അരിത്തമെറ്റിക് മീൻ ഇൻറ്റു ഹാർമോണിക് മീൻ ഈസ് ഈക്വൽ ടു ജോമെട്രിക് മീൻ സ്ക്വയർ. ഓക്കെ, അതുപോലെ തന്നെ അരിത്തമെറ്റിക് മീൻ, ജോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ ഒരു സെയിം സീരീസിന്റെ അരിത്തമെറ്റിക് മീനും ജോമെട്രിക് മീനും ഹാർമോണിക് മീനും ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ മൂന്ന് മീനുകളും തമ്മിൽ, അല്ലെങ്കിൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസികൾ തമ്മിൽ ഉള്ള അസെൻഡിങ് ഓർഡർ എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡർ എന്താണെന്ന് ചോദിച്ചാൽ, അവയുടെ വലിപ്പം അനുസരിച്ചുള്ള അവരുടെ ക്രമം എന്താണെന്ന് ചോദിച്ചാൽ ഇതായിരിക്കും: അരിത്തമെറ്റിക് മീൻ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജോമെട്രിക് മീൻ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഹാർമോണിക് മീൻ. എന്താണ് അവരുടെ ഓർഡർ? ഇത് ഡിസെൻഡിങ് ഓർഡർ ആണ്. ഏറ്റവും വലുത് അരിത്തമെറ്റിക് മീൻ ആയിരിക്കും, അതിനേക്കാൾ ചെറുത് എന്തായിരിക്കും? ജോമെട്രിക് മീൻ ആയിരിക്കും, ഏറ്റവും ചെറുത് എന്തായിരിക്കും? ഹാർമോണിക് മീൻ ആയിരിക്കും. ഇത് മൂന്നും ഈക്വൽ ആയിട്ട് വരാനും സാധ്യതയുണ്ട്. നമ്മൾ പറഞ്ഞതാ, ഒരു സീരീസിലെ എല്ലാ ഒബ്സർവേഷൻസും സെയിം ആണെങ്കിൽ, ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിന്റെ അരിത്തമെറ്റിക് മീനും ആ കോൺസ്റ്റന്റ് തന്നെ ആയിരിക്കും, ജോമെട്രിക് മീൻ ആ കോൺസ്റ്റന്റ് തന്നെ ആയിരിക്കും, ഹാർമോണിക് മീൻ ആ കോൺസ്റ്റന്റ് തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് മൂന്നും ഈക്വൽ ആവാൻ സാധ്യതയുണ്ട് അല്ലേ. ഡിഫറൻ്റ് ആണെങ്കിൽ, അരിത്തമെറ്റിക് മീനും ജോമെട്രിക് മീനും ഹാർമോണിക് മീനും ഡിഫറൻ്റ് ആണെങ്കിൽ, ദാറ്റ് മീൻസ് നമ്മൾ കൺസിഡർ ചെയ്ത സീരീസിലെ ഓരോ ഒബ്സർവേഷൻസും ഡിഫറൻ്റ് ആണെങ്കിൽ അല്ലെ, പോസിറ്റീവ് ഒബ്സർവേഷൻസ് ആണെങ്കിൽ, ഡിഫറൻ്റ് ഒബ്സർവേഷൻസ് ആണെങ്കിൽ എന്താണ്? അരിത്തമെറ്റിക് മീനും ജോമെട്രിക് മീനും ഹാർമോണിക് മീനും കിട്ടുന്ന വാല്യൂസ് ഡിഫറൻ്റ് ആയിരിക്കും. അതിന്റെ ഡിസെൻഡിങ് ഓർഡർ ഇതാണ്: arithmetic mean greater than or equal to geometric mean greater than or equal to harmonic mean. തമ്മിലുള്ള റിലേഷൻ അരിത്തമെറ്റിക് മീൻ ഇൻറ്റു ഹാർമോണിക് മീൻ ഈസ് ഈക്വൽ ടു ജോമെട്രിക് മീൻ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പോയിന്റുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കൂടുതൽ ക്ലിയർ ആവും. അപ്പോൾ പോയിന്റ്സ് ഇതാണ്: അരിത്തമെറ്റിക് മീൻ ഇൻറ്റു ജോമെട്രിക് മീൻ ഈസ് ഈക്വൽ അരിത്തമെറ്റിക് മീൻ ഇൻറ്റു ഹാർമോണിക് മീൻ ഈസ് ഈക്വൽ ടു ജോമെട്രിക് മീൻ സ്ക്വയർ. അരിത്തമെറ്റിക് മീൻ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജോമെട്രിക് മീൻ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഹാർമോണിക് മീൻ. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ച പ്രീവിയസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്: അരിത്തമെറ്റിക് മീൻ ഓഫ് എ സീരീസ് ഈസ് 10 ആൻഡ് ഇറ്റ്സ് ഹാർമോണിക് മീൻ ഈസ് 2.5, ഫൈൻഡ് ദി ജോമെട്രിക് മീൻ. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അരിത്തമെറ്റിക് മീൻ ഓഫ് എ സീരീസ്, ഒരു സീരീസിന്റെ അരിത്തമെറ്റിക് മീൻ തന്നിട്ടുണ്ട്. അരിത്തമെറ്റിക് മീൻ ഈസ് 10. സെയിം സീരീസിന്റെ ഹാർമോണിക് മീൻ ഈസ് 2.5. ദി സെയിം സീരീസിന്റെ ജോമെട്രിക് മീൻ കണ്ടുപിടിക്കണം. ഇതേ സീരീസിന്റെ എന്ത് കണ്ടുപിടിക്കണം? ജോമെട്രിക് മീൻ. നമുക്ക് അറിയാം അരിത്തമെറ്റിക് മീനും ജോമെട്രിക് മീനും ഹാർമോണിക് മീനും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. ജോമെട്രിക് മീനിന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു അരിത്തമെറ്റിക് മീൻ ഇൻറ്റു ഹാർമോണിക് മീൻ. ഓക്കെ, അപ്പോൾ ജോമെട്രിക് മീൻ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ മൾട്ടിപ്ലൈയിങ് അരിത്തമെറ്റിക് മീൻ ആൻഡ് ഹാർമോണിക് മീൻ. 10 into 2.5 that is 25. 25 is geometric mean square. അല്ലെ, we have to find out the geometric mean. Geometric mean ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ geometric mean is equal to root of 25. Answer is 5. Okay, but this relation is geometric mean square is equal to arithmetic mean into harmonic mean. Okay, അപ്പോൾ ആൻസർ എത്ര കിട്ടിയത്? 5. Okay, clear? Next question, find arithmetic mean, geometric mean and harmonic mean of the numbers 6, 8, 12 and 36. ഈ തന്നിരിക്കുന്ന സീരീസിന്റെ അരിത്തമെറ്റിക് മീനും ജോമെട്രിക് മീനും ഹാർമോണിക് മീൻ ഇത് മൂന്നും കണ്ടുപിടിക്കണം. ശരിയല്ലേ? നമുക്ക് ആദ്യമേ ഈ സീരീസിന്റെ x is equal to 6, 8, 12 and 36 ഇതിന്റെ എന്ത് കണ്ടുപിടിക്കാം? അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാം. അരിത്തമെറ്റിക് മീൻ അഥവാ x ബാർ. എങ്ങനെ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കുന്നത്? സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ. എത്ര സിഗ്മ എക്സ് നോക്കി? സിഗ്മ എക്സ് നോക്കിയേ, 6 2 8 8 16 6
16 6 22 2 ശിഷ്ടം 2 3 2 5 1 6 62 അല്ലേ സിഗ്മ എക്സ് ഈസ് ഈക്വൽ ടു 62 സോ 62 ഡിവൈഡഡ് ബൈ n ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് 1 2 3 4 n ഈസ് ഈക്വൽ ടു 4 62 by 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 15.5 ആൻസർ ഈസ് 15.5 അപ്പം മീൻ അരിത്തമെറ്റിക് മീൻ എത്ര കിട്ടിയത് 15.5 അല്ലേ നമുക്ക് ജോമെട്രിക് മീൻ കണ്ടുപിടിക്കാം എങ്ങനെ ജോമെട്രിക് മീൻ കണ്ടുപിടിക്കുന്നത് അല്ലേ ഒരു ഇൻഡിവിജ്വൽ സീരീസിന്റെ ജോമെട്രിക് മീൻ എങ്ങനെ കണ്ടുപിടിക്കുന്നത് പ്രോഡക്റ്റ് എടുക്കണം ഈ തന്നിരിക്കുന്ന ഒബ്സർവേഷൻസിന്റെ എല്ലാം എന്തെടുക്കണം പ്രോഡക്റ്റ് 6 into 8 into 12 into 36 the whole raised to 1 by n where n is equal to 4 so whole raised to 1 by 4 is the answer okay but geometric mean is equal to 6 into 8 into 12 into 36 the whole raised to 1 by 4 that is equal to 6 നെ നമുക്ക് 3 into 2 എന്ന് എഴുതാം ഈ കിടക്കുന്ന 8 നെ നമുക്ക് 2 into 2 എന്ന് എഴുതാം 2 into 2 4 4 into 2 8 അപ്പോൾ 8 നെ എങ്ങനെ എഴുതി 2 into 2 into 2 എന്ന് എഴുതി അടുത്ത 12 നെ എങ്ങനെ എഴുതാം 2 into 2 into 3 okay 2 into 2 into 3 അല്ലേ 2 into 2 എത്ര 4 into 3 എത്ര 12 അടുത്തത് 36 നെ എങ്ങനെ എഴുതാം 36 6 into 6 അല്ലേ 36 6 നെ 3 കൊണ്ട് 2 എന്ന് എഴുതാം അടുത്ത 6 നെ വീണ്ടും 3 കൊണ്ട് 2 എന്ന് എഴുതാം the whole raised to 1 by 4 okay അപ്പം 36 എങ്ങനെ എഴുതി 3 കൊണ്ട് 2 6 ആണ് വീണ്ടും 3 കൊണ്ട് 2 6 ആണ് 6 അല്ലേ 36 ക്ലിയർ ആയില്ലേ അപ്പം ഹോൾ റേസ് ടു 1 by 4 എന്ന് വെച്ചാൽ എന്താ അതിനർത്ഥം ഇതെല്ലാം ഫോർത്ത് റൂട്ടിലാണെന്ന് അതിനർത്ഥം ഈ കിടക്കുന്ന എല്ലാ ഐറ്റവും എന്താണെന്ന് ഫോർത്ത് റൂട്ടിലാണെന്ന് അതിനർത്ഥം നമുക്കറിയാം ഫോർത്ത് റൂട്ടിൽ കിടക്കുന്ന ഒരേപോലുള്ള 4 ഐറ്റത്തിൽ നിന്ന് ഒരു ഐറ്റം വീതം നമുക്ക് കോമൺ എടുക്കാമല്ലോ താ നോക്കിയേ 3 ഒരു 3 ദാണ്ട 2 3 3 3 4 3 ഈ 4 3 നിന്ന് ഒരു 3 എടുക്കാം കണ്ടോ ഫോർത്ത് റൂട്ടിൽ കിടക്കുന്ന ഒരേപോലുള്ള 4 ഐറ്റത്തിൽ നിന്ന് ഒരു ഐറ്റം എടുക്കാം അടുത്ത നോക്കിയേ 2 1 2 3 4 4 2 നിന്ന് ഒരു 2 എടുത്ത് കണ്ടോ വീണ്ടും ഉണ്ട് 1 2 3 4 4 2 നിന്ന് വീണ്ടും ഒരു 2 എടുത്ത് കണ്ടോ അപ്പം ഇതെല്ലാം ഫോർത്ത് റൂട്ടിന് വെളി വരുമ്പം അല്ലെങ്കിൽ 1 by 4 ബ്രാക്കറ്റിന് വെളി വരുമ്പം 3 ഗുണം 2 ഗുണം 2 എന്നായി 3 ഗുണം 2 6 6 ഗുണം 2 12 ആൻസർ ഈസ് 12 ആൻസർ എന്താണ് 12 ആണ് ആൻസർ എന്താണ് 12 ആണ് നെക്സ്റ്റ് ഈസ് ഹാർമോണിക് മീൻ അല്ലേ ഇപ്പൊ ഹാർമോണിക് മീൻ ഇപ്പൊ നമുക്ക് ജോമെട്രിക് മീനും അരിത്തമെറ്റിക് മീനും അതേപോലെ ജോമെട്രിക് മീൻ കിട്ടിയിട്ടുണ്ട് അല്ലേ അരിത്തമെറ്റിക് മീൻ ഇൻറ്റു ഹാർമോണിക് മീൻ ഇസ് ഈക്വൽ ടു ജോമെട്രിക് മീനിന്റെ സ്ക്വയർ ഈ റിലേഷൻ വെച്ചിട്ട് നമുക്ക് ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യാം ഹാർമോണിക് മീൻ ഐഡന്റിഫൈ ചെയ്യാം അതല്ല നമ്മൾ പ്രോപ്പർ വേയിലാണ് അല്ലെ നേരെയുള്ള വഴിയിലാണ് നമ്മൾ ഹാർമോണിക് മീൻ കണ്ടുപിടിക്കുന്നതെങ്കിൽ എങ്ങനെ ഹാർമോണിക് മീൻ കണ്ടുപിടിക്കുന്നത് ഹാർമോണിക് മീൻ ഈസ് ഈക്വൽ ടു n by sigma 1 by xi അല്ലേ ഹാർമോണിക് മീൻ ഈസ് ഈക്വൽ ടു n by sigma 1 by xi ദാറ്റ് ഈസ് ഈക്വൽ ടു n ഈസ് ഈക്വൽ ടു 4 by 1 by sigma xi എന്ന് പറയുമ്പോൾ ഏതൊക്കെ 6 8 12 36 അല്ലേ അപ്പോൾ 1 by 6 പ്ലസ് 1 by 8 പ്ലസ് 1 by 12 പ്ലസ് 1 by 36 ഓക്കെ അല്ലേ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 by 4 ഓൾ ഡിവൈഡഡ് ബൈ താ നോക്കിയേ 6 8 12 36 ശരിയല്ലേ താ നോക്കിയേ ഇതിൻ്റെ എല്ലാത്തിനും എൽസിയം കണ്ടുപിടിച്ചേ താ നോക്കിയേ 12ൻ്റെയും 36ൻ്റെയും 6ൻ്റെയും കൂടെ എൽസിയം 36 അല്ലേ കാരണം 36നെ 12 കൊണ്ട് ഭാഗിക്കാൻ പറ്റും 36നെ 6 കൊണ്ട് ഭാഗിക്കാൻ പറ്റും തന്നിരിക്കുന്ന സംഖ്യകളിൽ വലിയ സംഖ്യയെ മറ്റെല്ലാ സംഖ്യകൾ കൊണ്ട് ഭാഗിക്കാൻ പറ്റുമെങ്കിൽ ആ വലിയ സംഖ്യ ആയിരിക്കും എൽസിയം നമ്മൾ പഠിച്ചിട്ടുണ്ട് ദി ലാർജസ്റ്റ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ ഓൾ അതർ നമ്പേഴ്സ് ദെൻ ദാറ്റ് നമ്പർ വിൽ ബി ദി എൽസിയം 36നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും 12 3 36 36നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും 6 6 36 അപ്പം 6ൻ്റെയും 12ൻ്റെയും 36ൻ്റെയും എൽസിയം 36 എന്നാൽ 36നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ 8 4 32 അല്ലേ 8 4 32 8 5 40 ആയി പോകും അപ്പം 36നെ 8 കൊണ്ട് ഭാഗിക്കാൻ പറ്റത്തില്ല അപ്പം 36ൻ്റെ 8ൻ്റെ മാത്രം എൽസിയം കണ്ടുപിടിക്കണം രണ്ട് സംഖ്യകളുടെ എൽസിയം കണ്ടുപിടിക്കുമ്പം ആ തന്നിരിക്കുന്ന സംഖ്യകളിൽ വലിയ സംഖ്യ അല്ല എൽസിയം എങ്കിൽ 36ൻ്റെ 8ൻ്റെ എൽസിയം 36 അല്ലല്ലോ 36 അല്ല 36 ആവണമെങ്കിലുള്ള കണ്ടീഷൻ എന്തുവാ 36നെ 8 കൊണ്ട് ഭാഗിക്കാൻ പറ്റണമായിരുന്നു പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് 36 അല്ല 36 അല്ലെങ്കിൽ എന്തായിരിക്കും ഇനി 36ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും മൾട്ടിപ്പിൾ അതായത് പഠിക്കേണ്ട പോയിന്റ് ഇതാ എൽസിയം ഈസ് ഓൾവേസ് ലാർജസ്റ്റ് നമ്പർ ഓർ മൾട്ടിപ്പിൾ ഓഫ് ദാറ്റ് നമ്പർ തന്നിരിക്കുന്ന നമ്പറിൽ വലിയ നമ്പറോ അല്ലെങ്കിൽ അതിൻ്റെ മൾട്ടിപ്പിളോ ആയിരിക്കും എൽസിയം അപ്പം 36 അല്ലെങ്കിൽ അതിൻ്റെ മൾട്ടിപ്പിൾ 36ൻ്റെ തൊട്ടടുത്ത മൾട്ടിപ്പിൾ എത്ര 72 72നെ 8 കൊണ്ട് ഭാഗിക്കാൻ പറ്റുമോ പറ്റും 72നെ 8 കൊണ്ട് ഭാഗിക്കാൻ പറ്റുമോ പറ്റും എത്ര 9 8 72 ശരിയല്ലേ അപ്പം 72നെ 8 കൊണ്ട് ഭാഗിക്കാൻ പറ്റും അപ്പോൾ എൽസിയം എന്താണ് 72 ആണ് ആ 72 കോമൺ ഡിനോമിനേറ്റർ ആക്കിയ ശേഷം 72 കൊണ്ട് ഓരോ ഭിന്നസംഖ്യ മൾട്ടിപ്ലൈ ചെയ്യണം 72 1 by 6 ഇൻറ്റു 72 പ്ലസ് 1 by 8 ഇൻറ്റു 72 പ്ലസ് 1 by 12 ഇൻറ്റു 72 പ്ലസ് 1 by 36 ഇൻറ്റു 72 ചെയ്യുമ്പോൾ ആൻസർ ആവും ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഓൾ ഡിവൈഡഡ് ബൈ നോക്കിയാൽ 6ഉം 72 കൂടെ ക്യാൻസൽ ചെയ്യാം അല്ലേ
12 6 72. അപ്പം 6ഉം 72 ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 12 കിട്ടും അല്ലേ? 12. അപ്പോൾ താഴെ 12 കിട്ടി. പ്ലസ് 8ഉം 72 ക്യാൻസൽ ചെയ്യാം. 8 9 72. അപ്പോൾ 9 കിട്ടി. 9 × 1 9 പ്ലസ് 12ഉം 72 ക്യാൻസൽ ചെയ്യുമ്പോൾ 12 6 72 6 കിട്ടി. പ്ലസ് 36 72 ക്യാൻസൽ ചെയ്യുമ്പോൾ 2 കിട്ടി. ഓൾ ഡിവൈഡഡ് ബൈ 72. ഓൾ ഡിവൈഡഡ് ബൈ 72. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഡിവൈഡഡ് ബൈ എല്ലാവരുടെ കൂട്ടിയേ 12ഉം 6ഉം 18ഉം 2ഉം 20ഉം 9 29. 29/72. കുഴപ്പമില്ലല്ലോ. 29/72. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇങ്ങോട്ട് എഴുതിയാൽ 4 ഡിവൈഡഡ് ബൈ 29/72. That is equal to 4 into 72/29. 4 into 72/29. 4 into 72 എത്ര? 4 2 8 7 4 28. 288/29. 288/29. 288നെ 29 കൊണ്ടൊന്ന് ഭാഗിച്ച് 288 ഭാഗം 29. 29 10 ആകുമ്പോൾ 290 ആവും. ഇവിടെ 288 ഉള്ളു. അപ്പോൾ 9 പ്രാവശ്യം 9 പ്രാവശ്യം 9 9 81 1 ശിഷ്ടം 8. 9 2 18ഉം 8ഉം 18ഉം 8ഉം 26 261. കുറച്ച് 8ന്ന് 1 പോയാൽ 7, 8ന്ന് 6 പോയാൽ 2 27 അല്ലേ? 2ന്ന് 2 പോയാൽ 0. 27നകത്തിൽ 29 അടങ്ങത്തില്ലല്ലോ. ഒരു പോയിന്റ് കൊടുത്ത് ഒരു 0 കൊടുത്ത് 270നകത്തിൽ 29 വീണ്ടും 9 പ്രാവശ്യം 261. ആൻസർ എത്ര കിട്ടി? 9.9. ആൻസർ ഈസ് 9.9. ഓക്കെ. അപ്പം അരിത്തമെറ്റിക് മീൻ കിട്ടി, ജോമെട്രിക് മീൻ കിട്ടി, ഹാർമോണിക് മീൻ കിട്ടി. ഓക്കെ. ആൻസർ ഈസ് 9.9. ഓക്കെ, ക്ലിയർ ആയല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ നോക്കിയേ. ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ഈസ് ഡിഫിക്കൽട്ട് ടു കമ്പ്യൂട്ട് അല്ലേ? താഴെ കൊടുത്തിരിക്കുന്ന ഏത് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ് കമ്പ്യൂട്ട് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതെന്നാണ്. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ, ഇത് പരിചയമുണ്ടെങ്കിൽ മാത്രമേ വളരെ പെട്ടെന്ന് ആൻസറിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വരും. ഓക്കെ. അപ്പോൾ അതാ നോക്കിയേ, ഏതൊക്കെയാണ്? മീൻ ഉണ്ട്, മീഡിയൻ ഉണ്ട്, മോഡ് ഉണ്ട്, ഓൾ ദി എബോവ് ഉണ്ട്. ആൻസർ ഓൾ ദി എബോവ് ആണ് അല്ലേ? all the measure of central tendencies are difficult to compute. Okay, mean, median, mode. Answer all the above ആണ്. നോട്ട് ചെയ്ത് വെക്കണം. അടുത്തത്, which of the following result hold for the set of distinct positive observation? Distinct positive observation ശ്രദ്ധിക്കണം. Distinct positive observation അല്ലേ? ഇതാ നോക്കിയാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അരിത്തമെറ്റിക് മീനും ജോമെട്രിക് മീനും ഹാർമോണിക് മീനും തമ്മിലുള്ള റിലേഷൻ ആയിട്ട് നമ്മൾ പഠിച്ചെന്താ? അരിത്തമെറ്റിക് മീൻ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ജോമെട്രിക് മീൻ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഹാർമോണിക് മീൻ. ഇത് കണ്ടിട്ടുള്ളവർ കേട്ടിട്ടുള്ളവർ ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് വിചാരിക്കും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. വിച്ച് ഓഫ് ദി ഫോളോയിങ് റിസൾട്ട് ഹോൾഡ് ഫോർ സെറ്റ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് പോസിറ്റീവ് ഒബ്സർവേഷൻസ് എന്നാ പറഞ്ഞല്ലേ? അതായത് തന്നിരിക്കുന്ന ഒബ്സർവേഷൻസ് ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ, വ്യത്യസ്തമാണെങ്കിൽ, ആ എക്സ് സീരീസിലെ ഓരോ ഒബ്സർവേഷൻസും ഓരോ നമ്പറുകളും വ്യത്യസ്തമാണെങ്കിൽ അതിൻ്റെ അരിത്തമെറ്റിക് മീനും ജോമെട്രിക് മീനും ഹാർമോണിക് മീനും ഒരിക്കലും ഈക്വൽ ആയിരിക്കത്തില്ല. നമ്മളതിൻ്റെ പ്രോപ്പർട്ടിയിൽ പഠിച്ചതാണ് എപ്പോഴാണ് അരിത്തമെറ്റിക് മീനും ഹാർമോണിക് മീനും അല്ലെങ്കിൽ ജോമെട്രിക് മീനും ഈക്വൽ ആവുന്നതെന്ന് ചോദിച്ചാൽ, ആ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒബ്സർവേഷൻസിൻ്റെ എക്സ് സീരീസിലെ എല്ലാ ഒബ്സർവേഷൻസും ഈക്വൽ ആവുമ്പം, സെയിം ആകുമ്പോൾ അല്ലേ, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് ആവുമ്പോഴാണ് അരിത്തമെറ്റിക് മീനും ജോമെട്രിക് മീനും ഹാർമോണിക് മീനും ഈക്വൽ ആവുന്നത്. ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഡിസ്റ്റിങ്ക്റ്റ് പോസിറ്റീവ് ഒബ്സർവേഷൻസ് ആണ്, അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് പോസിറ്റീവ് നമ്പേഴ്സ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന സീരീസിലുള്ളത്. അങ്ങനെയാണെങ്കിൽ അരിത്തമെറ്റിക് മീൻ ഈസ് ഗ്രേറ്റർ ദാൻ, അല്ലെങ്കിൽ അരിത്തമെറ്റിക് മീൻ ഗ്രേറ്റർ ദാൻ, ജോമെട്രിക് മീൻ ഗ്രേറ്റർ ദാൻ ഹാർമോണിക് മീൻ. ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ. ഓക്കെ, ആൻസർ ഓപ്ഷൻ ബി ആണ്, ഓപ്ഷൻ എ അല്ല. ആൻസർ ഈസ് ഓപ്ഷൻ ബി. എന്താണ് കാരണം? ഡിസ്റ്റിങ്ക്റ്റ് പോസിറ്റീവ് ഒബ്സർവേഷൻസ് ആണുള്ളത് അല്ലേ? വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒബ്സർവേഷൻസ് ആണെങ്കിൽ അരിത്തമെറ്റിക് മീൻ വലുതായിരിക്കും, അതിനേക്കാൾ ചെറുതായിരിക്കും ജോമെട്രിക് മീൻ, അതിനേക്കാൾ ചെറുതായിരിക്കും എന്ത്? ഹാർമോണിക് മീൻ അല്ലേ? ഇത് തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും? ജോമെട്രിക് മീൻ്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു അരിത്തമെറ്റിക് മീൻ ഇൻറ്റു ഹാർമോണിക് മീൻ. ഇനി ഇത് എപ്പോഴാണ് ഈക്വൽ ആവുന്നത്? അരിത്തമെറ്റിക് മീനും ജോമെട്രിക് മീനും ഹാർമോണിക് മീനും എപ്പോഴാണ് ഈക്വൽ ആവുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന സീരീസിലെ ഒബ്സർവേഷൻസ് എല്ലാം ഒരു കോൺസ്റ്റന്റ് ആവുമ്പം, സെയിം ഒബ്സർവേഷൻസ് ആവുമ്പം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അരിത്തമെറ്റിക് മീൻ ഈക്വൽ ടു ജോമെട്രിക് മീൻ ഈക്വൽ ടു ഹാർമോണിക് മീൻ ആയിരിക്കും. അല്ലെങ്കിൽ എന്തായിരിക്കും? അരിത്തമെറ്റിക് മീൻ ഗ്രേറ്റർ ദാൻ, ഹാർമോണിക് മീൻ ഗ്രേറ്റർ ദാൻ ജോമെട്രിക് മീൻ. ഓക്കെ, അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നോക്കിയേ. ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ഈസ് ബേസ്ഡ് ഓൺ 50% ഓഫ് ദി സെൻട്രൽ വാല്യൂസ് അല്ലേ? വിച്ച് ഓഫ് ദി ഫോളോയിങ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ഈസ് ബേസ്ഡ് ഓൺ 50% ഓഫ് ദി സെൻട്രൽ വാല്യൂസ്? ഓപ്ഷൻസ് മീൻ, ഓപ്ഷൻ ബി മീഡിയൻ, ഓപ്ഷൻ സി മോഡ്, ഓൾ ദി എബോവ് അല്ലേ? ഓൾ ദി എബോവ്. ഏതാണ് ആൻസർ? ഏതാണ്? മീൻ ആണോ, മീഡിയൻ ആണോ, മോഡ് ആണോ? 50% ഓഫ് ദി സെൻട്രൽ വാല്യൂമായി റിലേറ്റ് ചെയ്ത മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എപ്പോഴും എന്തായിരിക്കും? മീഡിയൻ ആയിരിക്കും അല്ലേ? അല്ലേ? മിഡിൽ മോസ്റ്റ് വാല്യൂ ആണ് അല്ലേ? മിഡിൽ മോസ്റ്റ് വാല്യൂ അല്ലേ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്? n+1/2 ടൈം അല്ലേ നമ്മൾ കണ്ടുപിടിക്കുന്നത് അല്ലേ? അപ്പം മിഡിൽ മോസ്റ്റ് വാല്യൂമായിട്ട് റിലേറ്റ് ചെയ്തത് എപ്പോഴും 50% ഓഫ് ദി മിഡിൽ മോസ്റ്റ് വാല്യൂയായിട്ട് റിലേറ്റ് ചെയ്ത മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്തായിരിക്കും? മീഡിയൻ ആയിരിക്കും. ആൻസർ എന്താണ്? മീഡിയൻ. നമുക്കറിയാം, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സെൻട്രൽ ടെൻഡൻസി
ഈസ് കൺസിഡേർഡ് ഫോർ ഫൈൻഡിങ് ദി ആവറേജ് റേറ്റ്സ്. ആവറേജ് റേറ്റ് കൺസിഡർ ചെയ്യുന്ന മിക്കപ്പോഴും ഈ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് എന്തായിരിക്കും? ഈ ജോമെട്രിക് മീൻ ആൻഡ് ഹാർമോണിക് മീൻ ആണ്. ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് ചെയ്യുമ്പോൾ കൂടുതൽ കൃത്യമാവും. അപ്പോൾ ജോമെട്രിക് മീൻ ആൻഡ് ഹാർമോണിക് മീൻ ബി ആൻഡ് സി ആണ് ഇതിൻ്റെ ആൻസർ. ഫൈൻഡിങ് ദി ആവറേജ് റേറ്റ് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ഏതായിരിക്കും? ജോമെട്രിക് മീൻ അല്ലെങ്കിൽ ഹാർമോണിക് മീൻ ആയിരിക്കും. ആൻസർ ഈസ് ബി ആൻഡ് സി ആണ്, ബി ആൻഡ് സി. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനിലൂടെ നമ്മൾ കടന്നു പോയില്ലെങ്കിൽ നമുക്കൊരു കൺഫ്യൂഷൻ വരും. ഓക്കെ, അപ്പോൾ ജോമെട്രിക് മീൻ ആണോ ഹാർമോണിക് മീൻ ആണോ അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ആണോ ഏതാണെന്നൊരു ഡൗട്ട് വരും. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഒരു തവണയെങ്കിലും ഇതിലൂടെ ഒന്ന് കടന്നു പോകണം. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ഓഫ് ദി ഫോളോയിങ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി പോസസ് മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടീസ്. നമ്മൾ ഈ ടോപ്പിക്കിന്റെ ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞതാണ് അരിത്തമെറ്റിക് മീൻ, ജോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ. ഇതാണ് മാത്തമാറ്റിക്കൽ മീൻ എന്ന് പറയുന്നത് അല്ലേ? മാത്തമാറ്റിക്കൽ മീൻ നമ്മൾ പറഞ്ഞ മീഡിയനും അതേപോലെ മോഡും അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മീഡിയനും മോഡും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനിലൂടെ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനിലൂടെ മാത്രം അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടി ഉള്ള മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഏതാണെന്ന് ചോദിച്ചാൽ മീനും ജോമെട്രിക് മീനും ഹാർമോണിക് മീനുമാണ്. അഥവാ അരിത്തമെറ്റിക് മീനും ജോമെട്രിക് മീനും ഹാർമോണിക് മീനുമാണ്. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ സാധ്യമല്ല. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ കൂടിയും ഈ പറഞ്ഞ മീൻ അതായത് മീഡിയനും മോഡും കണ്ടുപിടിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസികളാണ് ഏതൊക്കെ? മീഡിയനും മോഡും. അതെന്താണ്? ഗ്രാഫിക്കൽ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസികളാണ്, ഗ്രാഫിക്കൽ മെഷറാണ് അല്ലെ? മാത്തമാറ്റിക്കൽ മെഷർ ഏതൊക്കെയാണ്? ഈ പറഞ്ഞ അരിത്തമെറ്റിക് മീൻ, ജോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ. അപ്പോൾ മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടി എന്തിനൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ ഇതിന് മൂന്നിനും മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടി ഉണ്ട്. ഓൾ ദി എബോവ് ആണ് ആൻസർ. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി മോസ്റ്റ് കോമൺലി യൂസ്ഡ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി. ദി മോസ്റ്റ് കോമൺലി യൂസ്ഡ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി നമുക്കറിയാം അരിത്തമെറ്റിക് മീൻ ആണ് അല്ലേ? അരിത്തമെറ്റിക് മീൻ ആണ് ആൻസർ. അപ്പോൾ ആൻസർ ഈസ് അരിത്തമെറ്റിക് മീൻ. മോസ്റ്റ് കോമൺലി യൂസ്ഡ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ഈസ് അരിത്തമെറ്റിക് മീൻ. ഓക്കെ, ക്ലിയർ? നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ക്വസ്റ്റ്യൻ നോക്കുക, ഇഫ് there are 3 observations 15, 20 and 25 then sum of deviations of the observations from their arithmetic mean is. നമ്മൾ പഠിച്ചൊരു പ്രോപ്പർട്ടിയാണ് സം ഓഫ് ഡീവിയേഷൻസ് ഓഫ് ദി ഒബ്സർവേഷൻസ് ഫ്രം അരിത്തമെറ്റിക് മീൻ ഈസ് ഓൾവേസ് 0 അല്ലേ? നമ്മൾ പഠിച്ച പ്രോപ്പർട്ടിയാണ്. ആ പ്രോപ്പർട്ടിയാണ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എന്താ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വ്യക്തമായി നോക്കിയേ. ഇഫ് there are 3 observation, എത്ര ഒബ്സർവേഷനോ ആയിക്കോട്ടെ, 3, 4, 5, 6 എത്ര ആയിക്കോട്ടെ, ദി സം ഓഫ് ഡീവിയേഷൻസ് ഓഫ് ദി ഒബ്സർവേഷൻസ് ഫ്രം ദെയർ അരിത്തമെറ്റിക് മീൻ അല്ലേ? അതായത് കുറേ ഒബ്സർവേഷൻ്റെ അരിത്തമെറ്റിക് മീനും അതിന്റെ സം ഓഫ് ഡീവിയേഷനും കണ്ടുപിടിക്കുന്നു അല്ലേ? ഒബ്സർവേഷനിൽ നിന്ന് അരിത്തമെറ്റിക് മീനുള്ള ഡീവിയേഷൻ അല്ലേ, വ്യത്യാസം കണ്ടുപിടിക്കുന്നു, അതിന്റെ സം എടുക്കുന്നു. അത് ഉറപ്പായിട്ടും എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്. ആൻസർ ഈ 0 ഒരു പ്രോപ്പർട്ടിയാണ്, പഠിക്കേണ്ടതാണ്. എന്താ പഠിക്കേണ്ട പ്രോപ്പർട്ടി അല്ലേ? ഡീവിയേഷൻസ് ഓഫ് ഒബ്സർവേഷൻസ് ഫ്രം അരിത്തമെറ്റിക് മീൻ ഈസ് ഓൾവേസ് 0 അല്ലേ? സം ഓഫ് ഡീവിയേഷൻസ് ഓഫ് observations from their arithmetic mean is always 0. Okay, അപ്പോൾ ആൻസർ 0 ആണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി മീഡിയൻ ഫോർ ദി ഫോളോയിങ് ഒബ്സർവേഷൻ. തന്നിരിക്കുന്ന ഒബ്സർവേഷന്റെ മീഡിയൻ ഐഡന്റിഫൈ ചെയ്യണം. ഇതൊരു എന്താണ്? ഇൻഡിവിജ്വൽ സീരീസ് ആണ്. ഒരു ഇൻഡിവിജ്വൽ സീരീസിന്റെ മിഡിൽ മോസ്റ്റ് ടേം ആണ് മീഡിയൻ എന്ന് പറയുന്നത്. ആദ്യമേ എന്ത് ചെയ്യണം? ആ തന്നിരിക്കുന്ന സീരീസിന് എന്ത് ചെയ്യണം? അറേഞ്ച് ചെയ്യണം. അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ അറേഞ്ച് ചെയ്യണം. വി ഹാവ് ടു അറേഞ്ച് ദി ഗിവൺ സീരീസ് ഇൻ അസെൻഡിങ് ഓർഡർ. ദി ഫസ്റ്റ് ടേം ഈസ് 4, നെക്സ്റ്റ് ഈസ് 5, next is 6, next is 8, next is 9, the last time is 11. 1, 2, 3, 4, 5, 7. 7 times are there, so n is equal to 7. Okay, the median is equal to middle most time, that can be identified by using the equation n plus 1 by 2th time. n plus 1 by 2th time, where n is equal to 7, 7 plus 1 by 2th time, that is 8 by 2, that is 4th time is the median. 4th time is the middle most time, this is the median. 1, 2, 3, 4, 8 is answer. Answer is 8, option C. Median is 8. Okay, clear? Next question. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. Question, what is the model value of the numbers 5, 8, 6, 4, 10, 15, 18 and 10 അല്ലേ? ഈ ഇൻഡിവിജ്വൽ സീരീസിന്റെ മോഡൽ വാല്യൂ കണ്ടുപിടിക്കണം. മോഡൽ വാല്യൂ അല്ലേ? എന്താണ് മോഡൽ വാല്യൂ എന്ന് വെച്ചാൽ നമ്പർ വിത്ത് ഹയസ്റ്റ് ഫ്രീക്വൻസി, ഒബ്സർവേഷൻസ് വിത്ത് ഹയസ്റ്റ് ഫ്രീക്വൻസി. ഒബ്സർവേഷൻ വിത്ത് ഹയസ്റ്റ് ഫ്രീക്വൻസി പറയുന്ന പേരാണ് മോഡ് അല്ലെങ്കിൽ മോഡൽ. ഓക്കെ, അപ്പം മോഡ് അല്ലെങ്കിൽ മൊഡൽ എന്താണ്? ഹയസ്റ്റ് ഫ്രീക്വൻസി ആണ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒബ്സർവേഷൻ ആണ് അല്ലേ? ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത ഒബ്സർവേഷൻ ഏതാണ്? തന്നിരിക്കുന്ന ഫ്രീക്വൻസിയിൽ തന്നിരിക്കുന്ന ഒബ്സർവേഷനിൽ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന 10 ആണ് അല്ലേ? 10 2 തവണയുണ്ട് അല്ലേ? അപ്പം ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഈസ് ഓപ്ഷൻ ബി 10. ആൻസർ ഈസ് 10. അപ്പം മോഡൽ ഈസ് അല്ലെങ്കിൽ മോഡ് ഈസ് എന്താണ്? 10 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ജോമെട്രിക് മീൻ ഓഫ് ദി സീരീസ് 8, 24 ആൻഡ് 30?
8, 24 ആൻഡ് 40 അല്ലെ, 3 വാല്യൂസ് ഉണ്ടെങ്കിൽ 3 ഒബ്സർവേഷൻസ് ഉണ്ട്. അതിന്റെ ജോമെട്രിക് മീൻ ഐഡന്റിഫൈ ചെയ്യണം. എങ്ങനെയാണ് ജോമെട്രിക് മീൻ ഐഡന്റിഫൈ ചെയ്യുന്നത്? ജോമെട്രിക് മീൻ ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ഒബ്സർവേഷൻ 8 into 24 into 40 the whole raised to 1/n, where n is equal to 3, so the whole raised to 1/3. ഓക്കെ, 8നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 into 2 into 2 എന്ന് എഴുതാം. 24ന് 8 3 ആണ് 24. അപ്പൊ 8നെ 2 into 2 into 2 എന്ന് എഴുതാം. 3നെ 3 എന്ന് തന്നെ എഴുതാം അല്ലേ, 8 3 അല്ല 24. അപ്പോൾ 8നെ 2 into 2 into 2 എന്ന് എഴുതി, ഇൻറ്റു 3 എന്ന് എഴുതി. 40 8 5 ആണ് 40, 8 5 ആണ് 40. 8നെ 2 ഗുണം 2 ഗുണം 2 എന്ന് എഴുതി, 5നെ 5 എന്ന് തന്നെ എഴുതി. ദ ഹോൾ റൈസ് ടു 1/3. നമുക്കറിയാം ദ ഹോൾ റൈസ് ടു 1/3 മീൻസ് ക്യൂബ് റൂട്ട് അല്ലേ. ഇതിന്റെ ക്യൂബ് റൂട്ട് എന്നാണ്, ഈ കിടക്കുന്ന ഓൾ ഡിജിറ്റ്സ് എന്താണ്? ക്യൂബ് റൂട്ടിലാണെന്നാണ് ഇതിനർത്ഥം. അപ്പോൾ ക്യൂബ് റൂട്ടിൽ കിടക്കുന്ന ഒരേപോലുള്ള 3 ഡിജിറ്റിൽ നിന്ന് ഒരു ഡിജിറ്റിനെ വീതം കോമൺ എടുത്ത് എഴുതാമെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ 3 2ൽ നിന്ന് ഒരു 2 എടുത്തു, അടുത്ത 3 2ൽ നിന്ന് വീണ്ടും ഒരു 2 എടുത്തു, അടുത്ത 3 2ൽ നിന്ന് വീണ്ടും ഒരു 2 എടുത്തു. അപ്പം കോമൺ എടുക്കാൻ 3 2 ഉണ്ട്, 2 into 2 into 2. ഇത് കോമൺ എടുത്ത് കിട്ടിയ 2കളാണ്. ഓക്കെ, ആദ്യത്തെ 3 2 നിന്ന് ഒരു 2 എടുത്ത്, പിന്നീടുമുള്ള 3 2 നിന്ന് ഒരു 2 എടുത്തു, അടുത്ത 3 2ൽ നിന്ന് ഒരു 2 എടുത്തു. ഓക്കെ, കുഴപ്പമില്ലല്ലോ. പിന്നീട് 3ഉം 5ഉം മാത്രമുണ്ട്, അത് ക്യൂബ് റൂട്ടിനകത്തിൽ തന്നെ കിടക്കണം. ക്യൂബ് റൂട്ട് 15. ആൻസർ ഈസ് 8 cube root 15. Answer is 8 cube root 15. Option C is the answer. 8 cube root 15 is the geometric mean of the given series 8, 24 and 40. Okay, clear?